അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടെ കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ഖബർ എന്ന് കേട്ടാൽ ഓരോ മനുഷ്യനും ഞെട്ടിവിറക്കുക തന്നെ വേണം. അത് കണ്ടാൽ വാവിട്ട് കരയണം എന്ന് പണ്ടുള്ള ഉസ്താദുമാരൊക്കെ ഓരോ വയത് പറയുന്ന സ്ഥലത്ത് ചില ബൈത്തുകൾ ചൊല്ലിക്കൊണ്ട് വിശദീകരിക്കുമായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ വലിയ മേടകളിൽ താമസിച്ചിരുന്നവൻ പൊത്തും മാളങ്ങളും നിറഞ്ഞ ഒരു കുഴിയിലാണ് കിടക്കാൻ പോകുന്നത്. ശരിക്കും ഭയപ്പെടണം. അവിടേക്ക് പോകുമ്പോൾ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 3 കഫൻ തുണികൾ മാത്രമേ അവന് കൊണ്ടുപോകാനുള്ളൂ. അവിടെ വേലക്കാരില്ല, പരിചാരകരില്ല. എന്തിന്? ആ മണ്ണിൽ കിടക്കുമ്പോൾ അവൻ ഒറ്റയാണ്. അവൻ്റെ തലയണ മണ്ണുകൊണ്ടുള്ളതാണ്. ഞെരുക്കത്തിൻ്റെ 4 ഭിത്തികൾ, മണ്ണിൻ്റെ ഭിത്തികളാണ് അതിനുള്ളത്. കിടക്കയില്ല, അതിന് പകരം മണ്ണാണ്. വെളിച്ചത്തിന് യാതൊന്നുമില്ല, മുഴുവൻ ഇരുട്ടാണ്. അതിൻ്റെ വാതിലുകൾ ഭദ്രമായി പൂട്ടി അതിൻ്റെ താക്കോല് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂക്ഷിച്ചു. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത് വരെ അവൻ എന്ന് പറയുമ്പോൾ ഞാനായാലും നിങ്ങളായാലും എല്ലാം തന്നെ അതിൽ കിടക്കാൻ ബാധ്യസ്ഥനാണ്. അതിൽ ചിതലുകളും പുഴുക്കളും ഇഷ്ടം പോലെ. അവർ കബറടക്കിയ അന്ന് മുതൽ എത്ര മൃദുലമായ ശരീരമാണെങ്കിലും നാം വാർന്നൊതുക്കിയ മുടി, എണ്ണയിട്ട് പെരുക്കിയെടുത്ത ശരീരം അവ തിന്നുകയാണ്. 3-ാം ദിവസം മുതൽ നമ്മുടെ ശരീരം അഴുകുന്നു. 3-ാം ദിവസം അവൻ്റെ കണ്ണ് കൊഴിഞ്ഞു വീഴുന്നു, ശരീരം അഴുകിത്തുടങ്ങുന്നു. ഇതൊക്കെ ചിന്തിക്കുക, കരയുക, നടുങ്ങുക. എന്തുകൊണ്ടാണ് അങ്ങനെ നടുങ്ങണമെന്നും ഭയപ്പെടണമെന്നും പറയുന്നത്? നമ്മളാരും ഖബറിൽ എത്തിയിട്ടില്ലല്ലോ. പക്ഷേ ഈ ഒരു ഖബർ എന്ന വീടാണ് നമ്മുടെ മുൻഗാമികൾക്കുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നു, അദ്ദേഹം ഖബർ കണ്ടാൽ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഉസ്മാൻ, നിങ്ങൾ നരകത്തെപ്പറ്റി പറയുമ്പോഴും വിചാരണയെപ്പറ്റി പറയുമ്പോഴും ഒന്നും കരയാറില്ലല്ലോ. ഈ ഖബർ കാണുമ്പോൾ മാത്രം എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്,
പരലോക യാത്രയിലെ ആദ്യത്തെ വഴിയാണിത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്, അല്ലാതെ വന്നാൽ ഭയങ്കര കഷ്ടമാണ്. അതോർത്താണ് ഞാൻ കരയുന്നത് എന്ന്. അതുകൊണ്ട് ഖബറിനെ കാണുമ്പോഴൊക്കെ നാം ഭയപ്പെടണം, പേടിക്കണം, കരയണം. ഖബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മുൻകർ നക്കീർ എന്നിങ്ങനെ 2 മലക്കുകൾ വരുമെന്ന് ഹദീസിലും അതിനെക്കുറിച്ച് ഖുർആനിൽ സൂചനയും വരുന്നു. നിരവധിയായ ഹദീസുകൾ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അവരുടെ രൂപം, അതായത് ആ മലക്കുകളുടെ രൂപം തന്നെ കണ്ടാൽ പേടിയാകുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഭയം തോന്നുന്ന രൂപമുള്ളത് കൊണ്ടാണ് മുൻകർ എന്ന പേര് വന്നത്. അവർ ചോദിക്കുന്നത് മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക, നിന്റെ റബ്ബ് ആര്, നബി ആര്, നിന്റെ ദീൻ ഏത് എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി നൽകാൻ കഴിഞ്ഞാൽ അവൻ്റെ ബാക്കിയുള്ള ജീവിതം രക്ഷപ്പെട്ടു. സ്വർഗത്തിലേക്ക് അപ്പോൾ തന്നെ അവനൊരു വാതിൽ തുറന്നു കൊടുക്കുന്നു. അതുപോലെ അവൻ്റെ ബാക്കിയുള്ള കാലം മുഴുവൻ അവന് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാതിൽ അന്ന് മുതൽ തുറക്കപ്പെടുന്നു. അതുപോലെ പിന്നീട് അവന് സന്തോഷത്തിൻ്റെ നാളുകൾ, അഥവാ അത് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അവന് ദുരിതത്തിൻ്റെ, ദുഃഖത്തിൻ്റെ നാളുകൾ. ആ ചോദ്യം എളുപ്പമാകുന്നതിന് വേണ്ടിയാണ് ഒരു വ്യക്തിയെ ഖബറടക്കിയ ശേഷം ഒരൊട്ടകത്തെ അറുത്ത് പൊളിച്ചു കൊടുക്കുന്ന അത്ര സമയം അവിടെ ഖബറിൻ്റെ അടുക്കൽ നിന്ന് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് എന്ന് പറയപ്പെടുന്നത്. ഖബറിൽ ചോദ്യമില്ലാത്ത ചിലരുണ്ട്. അതിലേക്ക് ഹദീസിൽ ഒരുപാട് സൂചന നൽകിയിട്ടുണ്ട്. ഒന്ന് ശുഹദാക്കൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്ന് പണ്ഡിതന്മാരിൽ പലരും ഒത്തു സമ്മതിച്ച കാര്യമാണ്. കാരണം അവർ മരിച്ചവരാണെങ്കിലും ജീവിച്ചവരാണ് എന്ന തത്വമാണ് അതിന് തെളിവ്. അതുപോലെ നബിമാർക്കും മുർസലീങ്ങൾക്കും ചോദ്യമില്ല എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ജിന്നിലും മലക്കിനും ചോദ്യമുണ്ട് എന്നും ഇല്ല എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവർക്ക് ഖബറിൽ ചോദ്യമില്ല. അതുപോലെ കുട്ടികൾക്കില്ല. അതുപോലെ ഉദര രോഗം ബാധിച്ച് മരിച്ചയാൾക്കും ഇല്ല എന്നിങ്ങനെ ഒരുപാട് പേര് ഗർഭിണികളായി, അതായത് പ്രസവ വേദന കൊണ്ട് മരിച്ചവർക്കും ഖബറിൽ ചോദ്യമില്ല. തീയിൽ വെന്ത് മരിച്ചയാൾക്കില്ല. പ്ലേഗ് ബാധിച്ച് മരിച്ചയാൾക്കില്ല. മുങ്ങി മരിച്ചയാൾക്കില്ല. കുരിപ്പ് രോഗം ബാധിച്ച് മരിച്ചയാൾക്കില്ല. കെട്ടിടം പോലെയുള്ളത് തകർന്നു വീണ് അതിൽപ്പെട്ട് മരിച്ചവർക്കും ഇല്ല എന്നിങ്ങനെ ചില പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് വേർതിരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലിലും ഇങ്ങനെ മരിക്കുന്നവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്ന് പറയുന്നു. അതുപോലെ എല്ലാ ദിവസവും തബാറക സൂറത്തുൽ മുൽക്ക് എന്ന സൂറത്ത് ഓതി എല്ലാ രാത്രിയിലും ഓതിക്കൊണ്ടിരിക്കുന്ന ആൾക്കും ഖബറിൽ ചോദ്യമില്ല എന്ന് ഹദീസിൽ പറയപ്പെടുന്നു. അതുപോലെ സജദ സൂറത്ത് ഓതി വന്നാലും ഇതേ ഫലം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് രണ്ടും ഓതാതെ ഒരു ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറില്ല എന്നും തുർമുദി പോലെയുള്ള ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. നിസ്കരിക്കുന്നു എന്നാൽ സുന്നത്തായി നിസ്കരിക്കുക ഇശാഇന്റെ ശേഷം, എന്നിട്ട് അതിൽ സജദ സൂറത്ത് ഓതുക, രണ്ടാമത്തേൽ തബാറക സൂറത്തും ഓതുക. ഇങ്ങനെ ഓതി നിസ്കരിക്കുന്നവർക്ക് ഈ ഫലം കിട്ടുമെന്നും അത് ലൈലത്തുൽ ഖദറിനോടും സാമ്യമായ ഒരു നിസ്കാര ഫലം അവന് കിട്ടുമെന്നുമൊക്കെ ഹദീസുകളിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ ഖബറിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്
വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് രാത്രി അർദ്ധരാത്രിക്ക് ശേഷമുള്ള നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നതും ഇതിന് ഏറ്റവും ഫലവത്താണ്. ഈ തബാറക്ക അതുപോലെ തന്നെ സജദ പോലെയുള്ള സൂറത്തുകൾ അധികരിപ്പിക്കുക രാത്രി, പ്രത്യേകിച്ച് രാത്രി സമയത്ത്. പിന്നെ ഖബറിൻ്റെ മുകളിൽ ചവിട്ടുന്നത് വലിയ പാടില്ലാത്ത ഹറാമായ കാര്യമാണ്. അവിടെ കാഷ്ടിക്കാനിരിക്കുന്നതും കുറ്റം തന്നെ. അതുപോലെ മൂത്രിക്കാനും പാടില്ല. അതുപോലെ ഖബറിൻ്റെ അടുത്ത് ചെരുപ്പും ധരിച്ച് നടക്കൽ കറാഹത്തില്ല, നജസില്ലാത്ത ചെരുപ്പാണെങ്കിൽ എന്ന് ചില കിതാബുകൾ പറയുന്നു. അതുപോലെ ഈ 3 ദിവസം മരിച്ച വീട്ടിൽ തഅ്സിയത്ത് സുന്നത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കറാഹത്താണ്. പിന്നെ നിലവിളിച്ച് മരിച്ച വീട്ടിൽ ചെന്നിട്ട് ഈ തട്ടഹസിച്ച് നിലവിളിക്കലും നെഞ്ഞത്തടിക്കുന്നതും നിലത്ത് കടന്ന് ഉരുളുന്നതുമൊക്കെ ഹറാമാണെന്ന് പറയപ്പെടുന്നു. അതിന് റബ്ബിൻ്റെ വിധിയിലുള്ള പ്രതിഷേധമായി കാട്ടുന്ന പരിപാടികളായാണ് കാണപ്പെടുന്നത്. ഖബറിനെ കുറിച്ചും ഇപ്രകാരം തന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദമായി പല കിതാബുകളിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മരണം ഓരോ ദിവസം കഴിയുന്തോറും ഈ മരണത്തെക്കുറിച്ച് കൊണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭ്രാന്തായി പോകും മനുഷ്യൻ എന്നുവരെ പല കിതാബുകളിലും മഹാന്മാർ എഴുതിയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഖബറിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഒരു ഖബർ കുഴിച്ചാൾക്ക് വലിയ പുണ്യമുണ്ട്. ഈ ഖബർ കുഴിക്കൽ വലിയ പുണ്യമാണെന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഖബർ കുഴിച്ചാൽ അള്ളാഹു അവന് ആ കുഴിച്ചവനിക്ക് സ്വർഗത്തിലൊരു വീട് കൊടുക്കുമെന്ന് ഹദീസിൽ കാണുന്നു. അതുപോലെ തന്നെ കഫൻ തുണി കൊടുത്തവനും സ്വർഗത്തിൽ നിന്ന് വസ്ത്രം കിട്ടുമെന്ന് പറയുന്നു. ഇതുപോലെ ഒരുപാട് ഹദീസുകൾ മരണവും മയ്യിത്തുമായി ബന്ധപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. മയ്യിത്ത് കുഴിയിൽ വെച്ച് മൂടണം, അതിന് ദുർഗന്ധമില്ലാതാകണം. അതുകൊണ്ട് മൃഗങ്ങളെ ശല്യം തടയുന്ന രൂപത്തിലുള്ള കുഴിയാകണം എന്നിങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ ഖബറുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഒരുപാട് പേര് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചവരാണ് ഇപ്പോൾ ഖബറിൽ കിടക്കുന്നത് എന്ന് ഓരോ ഖബർ കാണുമ്പോഴും നമുക്ക് ബോധ്യം വരണം. എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇവിടെ കിടക്കുന്നവർ ആരൊക്കെയാണ്? എത്ര ആളുകൾ, ഏതൊക്കെ രൂപത്തിൽ ജീവിച്ചവർ അവർ ഇപ്പോൾ കിടക്കുകയാണ്. ആരും ചോദിക്കാനും പറയാനുമില്ലാതെ കാലികൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ദുരവസ്ഥയിലാണ് ഈ ഖബർ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഖബർ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എടാ, നീ നിസ്കരിച്ചോ? നീ നോമ്പ് നോറ്റോ? നാളെ നീ എൻ്റെ അടുത്തേക്ക് വരാനുള്ളതാണ്. നിനക്ക് ബോധ്യമുണ്ടോ വല്ലതും? നീ വരാൻ ഒരുങ്ങിയോ? എന്നിങ്ങനെ ഓരോ മനുഷ്യനോടും ഖബർ വിളിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പലവിധങ്ങളായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഖബർ എന്നതും മരണം എന്നതും ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമായി എപ്പോഴും അവൻ്റെ ഉറക്കം കെടുത്തേണ്ട, ഭയപ്പെടുത്തേണ്ട സംഗതികൾ മാത്രമാണ്. അതാവണം അവൻ്റെ ജീവിതത്തിൽ ദിശാബോധം നൽകേണ്ടത്. ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും പടച്ചവനെ, ഞാൻ നാളെ ഈ ഖബറിൽ ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ടതാണല്ലോ. അപ്പം എനിക്ക് തുണ ആരും ഉണ്ടാകില്ലല്ലോ, ഞാൻ ഇതിന് മറുപടി പറയേണ്ടതാണല്ലോ എന്നുള്ള ചിന്ത ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായാൽ അവന് തെറ്റുകളിൽ നിന്ന് വിരക്തി ഉണ്ടാകും. ജീവിതത്തോട് തന്നെ മടുപ്പ് വരും. പിന്നെ ജീവിതവും മരണവും എന്തും അവൻ്റെ മുന്നിൽ പ്രശ്നമല്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മഹത്തുക്കളായ ആളുകൾ ഈ പ്രപഞ്ചത്യാഗം സഹിച്ചത്. ഇന്നലില്ലാഹി ഇബാദും ഫൂത്തന
തല്ലക്കദ്ദുന്യാവ ഖാഫു ഫീതന ഞാദറു ഫീഹാ വലമ്മ ആലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതന. അള്ളാഹുവിൻ്റെ ചില ബുദ്ധിമാന്മാരായ അടിമകൾ അവർ ദുന്യാവിനെ ത്യജിച്ചു. എന്തുകൊണ്ടാണ് ത്യജിക്കാൻ കാരണം? അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ബുദ്ധിമാന്മാർക്ക് താമസിക്കാൻ പറ്റിയ വീടല്ല എന്ന്. ജഅലുഹാ ലുജ്ജത്തൻ വത്തഖദു സ്വാലിഹൽ അഅ്മാല ഫീഹാ സൂഫന. അങ്ങനെ അവർ ദുനിയാവിനെ ഏറ്റവും നിസ്സാരമായ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ജീവിത സാഗരം എന്നൊക്കെ, ആ ഒരു രൂപത്തിൽ അതിനെ കണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പലാക്കി മാറ്റി എന്നാണ് റിയാദു സ്വാലിഹീൻ പോലെയുള്ള കിതാബുകളിൽ മഹത്തുക്കളെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹു ഖബറിനെയും മരണത്തെയും നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഒരാളുടെ മരണം എളുപ്പമാവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാത്ത രൂപത്തിൽ അപകട മരണങ്ങളോ ദുരന്ത മരണങ്ങളോ അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഉള്ള ഒരു മരണം. അതേപോലെ തന്നെ വിശാലമായ കബറിടം, നമുക്ക് സ്വർഗത്തോപ്പായി മാറുന്ന കബറിടവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.